ഹലോ, ഇത് ചെറിയൊരു മിനി വ്ളോഗാണ്. ഞായറാഴ്ച വൈകുന്നേരം എടുത്തതാണ്. നിങ്ങൾ ഇത് കാണുന്നത് ചിലപ്പോൾ തിങ്കളാഴ്ച രാവിലെ ആവാം. അപ്പോൾ ഞാൻ വിചാരിച്ചു രാത്രിത്തേക്ക് മാത്രമായിട്ട് കുറച്ച് ബീഫ് കറി ഉണ്ടാക്കാമെന്ന്. ബീഫ് കുറച്ച് എടുക്കണുള്ളൂ, ഉരുളക്കിഴങ്ങ് കുറച്ച് അധികം ഇടാനുണ്ട്. കാരണം എനിക്ക് ബീഫ് കറി ഒന്ന് വെന്ത് കിട്ടണ ആ ഉരുളക്കിഴങ്ങ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 ഉരുളക്കിഴങ്ങ് എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടി അമ്മ പാത്രം കഴുകണേ കേട്ടോ. പാത്രം കഴുകണ സീനാണ് നിങ്ങൾ എൻ്റെ ഇടയിൽ കൂടി കാണുന്നത്. എൻ്റെ ഇടയിൽ കൂടി ഞാൻ വീഡിയോ എടുക്കണമെന്ന് നോക്കുന്നുണ്ട് ആൾ. പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് നന്നായിട്ട് കഴുകിയിട്ട് നമ്മളെ ഈ വാഷിംഗ് മെഷീൻ്റെ വെള്ളം പോണ ഒരു പൈപ്പ് എന്തോ ലീക്കേജ് വന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ പാത്രം വേറൊരു വലിയ വട്ടപ്പാത്രം വെച്ചിട്ട് അതിലേക്ക് കഴുകി വെച്ചിട്ട് പിന്നെ പുറത്തോട്ട് കൊണ്ടുപോയി കളയാണ് ചെയ്യണത്. അതെങ്ങനെയെങ്കിലും ഉടനെ തന്നെ ശരിയാക്കണം എന്ന് വിചാരിച്ചിരിക്കുവാണ്. അപ്പോൾ അതൊരു ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് ഇപ്പോൾ തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ അത്ര അധികം പാത്രം കഴുകാനനുസരിച്ച് അത്രയും വെള്ളം നമ്മൾ പുറത്തോട്ട് കൊണ്ടുപോയി ഒഴിച്ച് കളയാം. പിന്നെ ബീഫ് കറി മാത്രമല്ല കേട്ടോ, ചോറ് അടുപ്പത്ത് തിളപ്പിക്കാൻ വെച്ചേച്ചി ഞാനത് ശ്രദ്ധിച്ചില്ല ഗൈസ്. ചെറുതായിട്ടൊന്ന് അടുക്കി പിടിച്ചായിരുന്നു, അതുകൊണ്ട് ചോറ് വെച്ചില്ല. അതിന് പകരം കുറച്ച് ബിരിയാണി അരി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ബിരിയാണി പോലെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അതാണ് അപ്പം ബീഫിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. പിന്നെ അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ കുക്കറിൻ്റെ വിസിലൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഓഫ് ചെയ്തിട്ട് കേട്ടോ. ആവി പോകാമെന്നപ്പോഴേക്കും പുറത്തിറങ്ങി നോക്കിയപ്പോൾ അമ്മ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാനുണ്ട്. പിന്നെ അപ്പോൾ ഞാൻ വെച്ചാൽ അതും കൂടി വീഡിയോ എടുക്കാമെന്ന് വീഡിയോ എടുത്തിട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ മഴ മാറി പെട്ടെന്ന് ചൂട് വെച്ചപ്പോഴേക്കും വെയിലായപ്പോഴേക്കും ഭയങ്കര ചൂട്, അതുകൊണ്ട് ഭയങ്കര ദാഹമുണ്ട്. അപ്പം പറഞ്ഞ് നാരങ്ങ പിഴിഞ്ഞ് ഉപ്പിട്ട് കുടിക്കാമെന്ന്. അപ്പോൾ അത് കുടിക്കാൻ വേണ്ടി അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. തന്നെ എടുത്ത വീഡിയോ കേട്ടോ അത്, ആ പിഴിയണതൊക്കെ. ഞാൻ വന്നത് ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ നേരത്താണ് ഈ വീഡിയോ ഞാൻ കണ്ടത് തന്നെ. ഞാൻ പറയാറുണ്ട് അമ്മ എണീക്കുമ്പോൾ തന്നെ അമ്മ വേണമെങ്കിൽ എവിടെയെങ്കിലും വീഡിയോ ഓണാക്കി വെച്ചിട്ട് അമ്മ ചെയ്യണ കാര്യങ്ങളൊക്കെ എടുത്ത് വന്നിട്ട് എഡിറ്റ് ചെയ്ത് നമുക്ക് ഇടാമെന്നൊക്കെ ഞാൻ പറയാറുണ്ട്. അമ്മ അപ്പം എന്നൊക്കെ പറയും. പക്ഷേ ആ ഒരു സമയത്ത് ഭയങ്കര തിരക്കൊക്കെ ആകുമ്പോൾ അതൊന്നും വിട്ടുപോകട്ടോ. പിന്നെ അമ്മ നാളത്തേക്കുള്ള കടച്ചൊക്കെ ഉണ്ടോ ഭയങ്കര ഇഷ്ടമാണ്, അതവിടെ നന്നാക്കിക്കൊണ്ടിരിക്കണേ. ഇപ്പോഴത്തെ ഞാൻ ബീഫ് കറി വെച്ചുകൊണ്ടിരിക്കണേ കേട്ടോ. ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു മസാലപ്പൊടി, അത് മീറ്റ് മസാല മാത്രം ഇട്ട് വെക്കാമെന്ന്. അപ്പം അങ്ങനെ വെച്ച് നോക്കണേ കേട്ടോ. അതുകഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അമ്മയുടെ അടുത്തോട്ട് വന്നിട്ട് കുറച്ച് നേരം ഫോണിട്ട് നോക്കിക്കൊണ്ടിരുന്നു. അപ്പോഴായിരുന്നു ചേച്ചി വിളിച്ചത്. അപ്പോൾ ചേച്ചിനോട് എപ്പോൾ എത്തി അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കണമായിരുന്നു കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കാനെടുത്തു കേട്ടോ. അപ്പോൾ പിന്നെയും വിളിച്ച്. അതെന്താണെന്ന് വെച്ചാൽ നിച്ചുവാണ് ഫോൺ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ സംസാരം കഴിഞ്ഞപ്പോഴേക്കും വെച്ച് കളഞ്ഞു. അപ്പോൾ ചേച്ചി ഞാൻ അവനാ വെച്ചതെന്ന് പറഞ്ഞ് വിളിച്ചതാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ എനിക്കുള്ള ഫുഡ് എടുത്ത് തന്ന് പിന്നെ അമ്മയും വന്നു കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. വീഡിയോ അടുത്ത വീഡിയോ കാണാം.